പ്രൈസ് ദി ലോർഡ്. എല്ലാ ദൈവദാസന്മാർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനത്തെയും അറിയിക്കുകയാണ്. വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിനു വേണ്ടി ഒരുങ്ങുകയും ദൈവവചനത്തിൽ പണിയപ്പെടുകയും ചെയ്യുന്ന എല്ലാ ദൈവഭക്തരെയും ദൈവം ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു വിഷയം വിപരീത ഉപദേശം. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞൊരു വചനഭാഗമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 29-30 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു: ഞാൻ പോയ ശേഷം ആട്ടിൻ കൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും. അതുകൊണ്ട് ഉണർന്നിരിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഭയ്ക്ക് ഈ ഭാഗം വിശദീകരിക്കുമ്പോൾ പുള്ളി പറയുന്ന ഒരു ഭാഗമാണ് വിപരീത ഉപദേശം. ഈ വിപരീത ഉപദേശത്തിൽ ശിഷ്യന്മാരെ പുറകിലോട്ട് വലിക്കും. ഏത് പുറകിലോട്ട് വലിക്കുന്നു? ആത്മീയ ജീവിതത്തിൽ അവർ പണിഞ്ഞെടുത്ത ദൈവിക കൃപയിൽ നിന്നും, വിശുദ്ധിയിൽ നിന്നും, ദൈവവചനത്തിൽ നിന്നും അവരെ പുറകിലോട്ട് വലിക്കും. ആകയാൽ ഉണർന്നിരിക്കണം. ഈ വിഷയത്തിൽ ഉണർന്നിരിക്കണം. ഹല്ലേലൂയ. കുറച്ചും കൂടെ വിശദീകരിച്ച് പറഞ്ഞാൽ അതിൻ്റെ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷന്മാരാക്കി വെച്ച ആട്ടിൻ കൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. കേട്ടോ, അവിടെ പറയുകയാണ് ഈ ആട്ടിൻ കൂട്ടം എന്ന് വെച്ചാൽ വിശ്വാസികളെ ഒരു ദൈവദാസൻ വളരെ സൂക്ഷ്മതയോടുകൂടെ കൊണ്ടുപോകണം. പൗലോസിന്റെ വാക്കുകളാണ്, പൗലോസ് അപ്പോസ്തലന്റെ വാക്കുകളാണ്. അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന വാക്ക് ഇങ്ങനെയാണ്: ഒന്ന്, നിങ്ങൾ സൂക്ഷിച്ചില്ല എങ്കിൽ ഒരു വിപരീത ഉപദേശം, ദൈവവചനത്തിന് വിരോധമായുള്ളൊരു ഉപദേശം അത് ഉയരാൻ പോവുകയാണ്. അത് ഉയർന്നു കഴിഞ്ഞാൽ ദൈവം നിങ്ങൾക്ക് തന്ന, അല്ലെങ്കിൽ യേശുവിൻ്റെ സ്വന്തം രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട തൻ്റെ ആടുകളെ, അല്ലെങ്കിൽ തൻ്റെ ശിഷ്യന്മാരെ, അല്ലെങ്കിൽ വിശ്വാസികളെ അവർ എന്ത് ചെയ്യും? ഈ ദൈവവചനത്തിന്റെ ഉപദേശത്തിൽ നിന്നും പുറകിലോട്ട് വലിക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവദാസന്മാരെ, പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവവചനത്തിന്റെ ഉപദേശത്തിൽ നിൽക്കുന്നവരോട് മാത്രമാണ് ഞാനിത് പറയുന്നത്. വിപരീത ഉപദേശം കേട്ടിട്ട് നിങ്ങൾ ഒരിക്കലും സത്യ ഉപദേശത്തെ മറന്ന് നിങ്ങൾ പുറകിലോട്ട് പോകരുത്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ ഉപദേശത്തിന് വേണ്ടി നിന്നവർ, ദൈവിക വചനത്തിന്റെ പത്യോപദേശം പിടിച്ചവർ, പറഞ്ഞവർ, ചെയ്തവർ പലപ്പോഴും ഇന്ന് വിപരീത ഉപദേശങ്ങൾ പ്രസംഗിക്കുകയും അത് അനുസരിക്കുകയും അത് അനുകരിക്കുകയും ചെയ്യുന്ന ഒരു ആത്മീയ കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വചനത്തിന് വളരെ പ്രാധാന്യമുള്ളത്. വളരെ ശ്രദ്ധിക്കണം മാതാവേ, വളരെ ശ്രദ്ധിക്കണമേ ദൈവദാസന്മാരെ. നമ്മുടെ ദൈവസഭ എന്ന് പറയുന്നത്, നമുക്ക് തന്നിരിക്കുന്ന വിശ്വാസികൾ എന്ന് പറയുന്നത്, കർത്താവിന്റെ തങ്കച്ചോര തന്നാണ് അവരെ വീണ്ടെടുത്ത് നമ്മളെ അവർക്ക് ഒരു അധ്യക്ഷനാക്കി വെച്ചിരിക്കുന്നത്. അവരെ മേയ്ക്കുവാൻ, അവർക്ക് കൊടുക്കേണ്ട ഉപദേശം കൊടുക്കുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവരെ ആത്മീയത്തിൽ കൊണ്ടുവരുവാൻ, അവർ പോകുന്നിടത്തുകൂടെ നമ്മൾ പോകാനല്ല, ദൈവവചനപ്രകാരം അവരെ കൊണ്ട് ചെല്ലുക. ഇതിനു വേണ്ടിയാണ് ദൈവം
നമ്മളെ ഓരോ വ്യക്തികളെയും അധ്യക്ഷന്മാരാക്കി വെച്ചിരിക്കുന്നത്. ആകയാൽ നമ്മൾ സൂക്ഷിക്കണം. എന്താണ് സൂക്ഷിക്കേണ്ടത്? വിപരീതോപദേശം. പ്രത്യേകിച്ച് ഈ തലമുറയിൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവം നിങ്ങൾക്ക് തന്ന ആടുകളെ സൂക്ഷിക്കണം. ഉപദേശത്തിൽ അവരെ പഠിപ്പിക്കുക, അവരെ ചേർത്തണയ്ക്കുക, അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക, അവരെ അതിനു വേണ്ടി ഒരുക്കിയെടുക്കുക. എന്തിനു വേണ്ടിയാണ്? തന്റെ വിശുദ്ധ സഭ, രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ആടുകളെ നിത്യതയിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു വലിയ ഉത്തരവാദിത്വം അധ്യക്ഷന്മാരായിരിക്കുന്ന നമ്മുടെ മേൽ ദൈവം ഫലമേൽപ്പിച്ചിരിക്കുകയാണ്. ആമേൻ. അങ്ങനെ ചെയ്യുന്ന ദൈവദാസന്മാർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഇനി നോക്കണം, എന്താണ് വിപരീതോപദേശം? തീമോഥെയോസിന്റെ 2 തീമോഥെയോസ് ലേഖനം 4-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. അവർ ആരാ? ഈ കൊടിയ ചെന്നായ്ക്കൾ, അങ്ങനെ വേദപുസ്തകം കൊടിയ ചെന്നായ്ക്കളായിരിക്കുന്ന ആൾക്കാർ. ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ, ചെന്നായുമുണ്ട്, കൊടിയ ചെന്നായ്ക്കളുമുണ്ട്. നമ്മൾ ഈ വചനം വായിക്കുമ്പോൾ, ആദ്യമൊക്കെ നമ്മൾ ഈ വചനമൊക്കെ വായിക്കുമ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഇന്ന് നമ്മളെ സുവിശേഷ വിരോധികളെന്ന് നമ്മൾ എണ്ണുന്നത് ജാതികളെയാണ്, മറ്റുള്ള പാർട്ടിക്കാരെയാണ്. സുവിശേഷന്മാരെ കൊല്ലുകയും പള്ളി അടിച്ച് തകർക്കുകയും ചെയ്യുന്നവരെയാണ് നമ്മളത്. അത് ഒരു ചെന്നായാണ്. ഓക്കെ, അത് ആ ഭാഗമല്ല ഇവിടെ പറയുന്നത്. ഈ കൊടിയ ചെന്നായ എന്ന് പറയുന്നത് ദൈവസഭയ്ക്കകത്ത് തന്നെ, ആത്മീയരുടെ ഇടയിൽ തന്നെ, ദൈവിക ഉപദേശം പറഞ്ഞവരുടെ ഇടയിൽ തന്നെ ഈ കൊടിയ ചെന്നായ്ക്കൾ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അവരെ സൂക്ഷിക്കണം. പുറത്തു വരുന്നത് വിഷയമല്ല, അകത്തുള്ളതാണ് വിഷയമായിരിക്കുന്നത്. പുറത്തുള്ളത് നമുക്ക് ചെറുക്കാം, നമുക്ക് ഒരുമിച്ച് ചേർന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചൊന്ന് ഒതുക്കാം. പക്ഷെ അകത്തുള്ളത് നമ്മൾ ശ്രദ്ധിക്കപ്പെടുകയില്ല. നമ്മൾ പലപ്പോഴും നമ്മൾ ആത്മീയത്തിൽ, നമ്മുടെ ഉപദേശത്തിൽ നിന്നും സഭകൾ പുറകിലോട്ട് പോയതിന്റെ പിന്നിലുള്ള രഹസ്യം എന്ന് പറയുന്നത്, അകത്തുനിന്ന് വന്ന കൊടിയ ചെന്നായ്ക്കളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. അത് പിശാചിന്റെ ഭയങ്കര തന്ത്രമാണ്, പിശാചിന്റെ ഭയങ്കരമായ ഒരു എന്താ പറയാ, അതിന്റെ ഒരു ആയുധമാണ്. കാരണം പുറത്തുള്ള ചെന്നായ്ക്കളെ പറഞ്ഞു വിട്ടിട്ട് ഇവിടെ അതിനേക്കാൾ വലിയ ചെന്നായ്ക്കൾ, കൊടിയ ചെന്നായ്ക്കൾ ഇതിനകത്ത് കിടക്കുക. ആത്മീയരുടെ ഇടയിൽ, ദൈവദാസന്മാരുടെ ഇടയിൽ, വിശുദ്ധന്മാരെന്ന് അടിക്കുന്നവരുടെ ഇടയിൽ അവർ പലരും കൊടിയ ചെന്നായ്ക്കളാണ്. അവർ ശിഷ്യന്മാരെ പിശാചിന്റെ വഴിയിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആത്മാവിൽ കർത്തൃദാസൻ എഴുതി, നിങ്ങൾ അവരെ സൂക്ഷിക്കണം. ഓരോ ദൈവദാസന്മാരോട് പറയുന്നു, ഓരോ സംഘടനാ നേതാക്കന്മാരോട് പറയുന്നു, നിങ്ങൾക്ക് ദൈവം തന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് തന്ന ആടുകളുടെ സുരക്ഷിതത്വം ദൈവം നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ട്. അവരെ സൂക്ഷിക്കുക. ദുരുപദേശത്തിലേക്ക് നിങ്ങളുടെ ആടുകൾ കടന്നു പോകരുത്. എന്താണ് ഇനി ദുരുപദേശം? 2 തീമോഥെയോസ് ലേഖനം 4-ാം അധ്യായം 3-4 വാക്യം നിങ്ങളത് വായിച്ചാട്ടെ. അവർ പത്യോപദേശം പൊറുക്കാതെ, പത്യോപദേശം പൊറുക്കാതെ കർമ്മരസകരമാർ സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരിയുന്ന ഒരു കാലം വരും. അതിപ്പോൾ സംഭവിക്കുക കേട്ടോ. സത്യവചനം, യേശുക്രിസ്തുവിന്റെ വചനം, അപ്പോസ്തലന്മാർ ക്രിസ്തുവിനെ ഉയർത്തിയെടുത്ത് ഇന്ന് കർണരസകരമാർ എന്ന് വെച്ചാൽ ജഡത്തെ സുഖിപ്പിക്കുന്ന രീതിയിലുള്ള മെസ്സേജുകൾ ഉയരാൻ തുടങ്ങി. അത് വിപരീത ഉപദേശമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ വിപരീത ഉപദേശങ്ങളുടെ പിന്നാലെ നിങ്ങൾ വലിക്കപ്പെടരുത്. ഞാൻ നിങ്ങളും പറയും, അദ്ദേഹം ഒരു തമാശ പറഞ്ഞു, അതിനകത്ത് ആത്മീയ പൊരുളുണ്ടായിരുന്നല്ലോ. എന്നാൽ യാഗപീഠത്തിൽ അല്ലെങ്കിൽ കർത്താവിനെ പ്രസംഗിക്കുമ്പോൾ പൗലൂസ് പറഞ്ഞു, ഞാനോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു, അല്ലാതെ എനിക്കൊന്നും അറിയത്തില്ലെന്നാണ് പുള്ളി പറയുന്നത്. ഞാൻ നിങ്ങളുടെ ഇടയിൽ വന്നപ്പോൾ എനിക്ക് ക്രിസ്തുവിനെ കുറിച്ച് അല്ലാതെ വേറെ ഒന്നിനെ കുറിച്ചും അറിയില്ല. സ്തോത്രം. നമുക്ക് പറയാനും നമുക്ക് ഈ ദിവസം ശുശ്രൂഷ ചെയ്യുവാനും കർത്താവിനെ കുറിച്ചും കർത്താവിന്റെ വചനത്തെ കുറിച്ചും മാത്രമേ ഉള്ളൂ. പക്ഷേ കാലങ്ങൾ പിന്നിലിട്ട് പോയപ്പോൾ
ഈ തലമുറയിൽ ഇന്ന് കർണരസകരമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉണ്ടോ, സ്വന്തം മോഹങ്ങൾക്ക് എന്റെ മോഹം എന്തുണ്ടോ അതൊരു പ്രസംഗമാകുകയാണ്. ദൈവവചനമല്ല ഇന്ന് മിക്കവരും പറഞ്ഞു കൊടുക്കുന്നത്, സ്വന്തം മോഹം എന്നുവെച്ചാൽ എന്റെ ഇഷ്ടം. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം, നമ്മുടെ ഇഷ്ടങ്ങളല്ല നമ്മുടെ മെസ്സേജായി തീരേണ്ടത്. നമ്മുടെ ഇഷ്ടങ്ങളല്ല നമ്മൾ യാഗപീഠത്തിൽ പ്രസംഗിക്കേണ്ടത്. നമ്മുടെ ഇഷ്ടങ്ങൾ ഒത്തിരി ഉണ്ട്. മനുഷ്യനാണോ, ഇഷ്ടങ്ങൾ ഒത്തിരി ഉണ്ട്. അത് വീട്ടിൽ പറയട്ടെ, ഭാര്യയോടും മക്കളോടും പറയട്ടെ. പക്ഷേ നമ്മുടെ ഇഷ്ടങ്ങളൊന്നും അല്ല ദൈവവചനം പ്രസംഗിക്കുമ്പോൾ ഉണ്ടാകേണ്ടത്. യേശുവിന്റെ വചനം മാത്രം, യേശു ക്രിസ്തുവിനെ കുറിച്ച് മാത്രമേ നമുക്ക് പ്രസംഗിക്കുവാനുള്ള വ്യവസ്ഥ വേദപുസ്തകം തരുന്നുള്ളൂ. 66 പുസ്തകങ്ങൾ ഉടനീളം കിടക്കുമ്പോൾ അതിനകത്തൊന്നും കേറാതെ വെറും സ്വന്തം മോഹത്തിനു വേണ്ടി പ്രസംഗിച്ച് കയ്യടി വാങ്ങുന്ന ദൈവദാസന്മാരുടെ പറയുന്നു, ഇത് ന്യായവിധിയുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് പറയുന്നു, നമ്മളെ ആത്മീയത്തിൽ നിന്നും വലിച്ചു കൊണ്ടുപോകുന്ന കൊടിയ ചെന്നായ്ക്കൾ ഇവർ തന്നെയാണ്. സൂക്ഷിക്കുക. ഇനി നോക്കുക, സത്യത്തിന് ചെവി കൊടുക്കാതെ. സത്യം എന്ന് പറയുന്ന എന്താണ്? യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. യേശു പറഞ്ഞ വാക്ക് ഞാൻ തന്നെ എന്ന് വെച്ചാൽ സത്യം എന്നോ യേശുവാണ്. യേശുവിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ എന്ന് വെച്ചാൽ അമേരിക്കയിൽ ഇന്നത് നടന്നു, അമേരിക്ക എങ്ങനെ ഉണ്ടായി, കപ്പൽ എങ്ങനെ ഉണ്ടായി, ഇത് കേൾക്കാനുള്ള വ്യഗ്രതയുള്ളൊരു കാലം വരുകയാ എന്നാണ് ഇവിടെ ലേഖനം എഴുതിയപ്പോൾ പറയുന്നത്. അത് ഈ കാലഘട്ടമല്ലേ, ചരിത്രം പറയേണ്ടതൊന്നുമല്ല, ഇന്ന് നടക്കുന്ന കാലങ്ങളോട് ബൈബിളുമായിട്ട് ചേർന്ന് പറയരുതൊന്നുമല്ല. പക്ഷേ ഈ കിഴവിക്കഥകൾ കേൾക്കുവാനുള്ള വ്യഗ്രത ദൈവജനത്തിന്റെ മേൽ കയറി. അതൊരു വിപരീതോപദേശമാണ്. ഹല്ലേലൂയ. ഇനി മൂന്നാമത്തെ യൂദയുടെ പുസ്തകം 1-ാം അധ്യായം 4 മുതൽ നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കുക, ഒന്ന് എടുത്ത് വായിച്ചോണം. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമ പ്രവൃത്തിക്ക് ഹേതുവായി. കേട്ടോ, ദൈവം തന്ന കൃപ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, കർണരസകരമാറുള്ള പ്രസംഗങ്ങൾ, മനുഷ്യനെ ആകർഷിക്കത്തക്കവണ്ണമുള്ള സന്ദേശങ്ങൾ, ചെവിയെ കുളിർപ്പിക്കുക, ജഡത്തെ ഇക്കിളിപ്പെടുത്തുക, ജഡത്തെ ഒന്ന് സന്തോഷിപ്പിക്കുക, ജഡത്തെ ഒന്ന് ഇളക്കുന്ന മെസ്സേജുകളാണ് ഇന്ന് നമ്മൾ 90% കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ വെറുതെ പറയുന്നെങ്കിൽ നിങ്ങൾ യൂട്യൂബ് മാത്രം തുറന്നാൽ മതി. സ്തോത്രം. ഞാൻ ആരെയും വിമർശിക്കുകയല്ല. ഇത് വിപരീത ഉപദേശമാണ്. ഈ വിപരീത ഉപദേശത്തിൽ നമ്മൾ ഇരുന്ന് പോയാൽ നമ്മൾ ഇവിടെ പൗലോസ് അപ്പച്ചൻ പറഞ്ഞതുപോലെ നമ്മളെ അവർ എന്ത് ചെയ്തു? വലിച്ചുകൊണ്ട് പോവുകയാണ്. എവിടെ? ദൈവകൃപയിൽ നിന്ന്. പക്ഷെ യൂദായുടെ പുസ്തകത്തിലേക്ക് വന്നപ്പോൾ യൂദ അടുത്ത് പറയുകയാണ്, എന്താണ് വിപരീത ഉപദേശം? ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമ പ്രവർത്തിക്ക് ഹേതുവാക്കി. ഹല്ലേലൂയ. അപ്പോൾ ദൈവം ഒരു കൃപ കൊടുത്തത്, ദൈവം പ്രവചനപരമോ മറ്റെന്തെങ്കിലും കൃപകൾ കൊടുത്തത്, അത് ദൈവരാജ്യത്തിനോട് പ്രയോജനപ്പെടാൻ വേണ്ടിയാണ്. ഒരു രോഗി സൗഖ്യമാകുന്നു, അത് നിമിത്തം യേശുവിന് എന്ത് പ്രയോജനം? അതാണ് ദൈവദാസന്മാർ ചിന്തിക്കേണ്ടത്. ഞാനൊരു പൈശാചികനെ പുറത്താക്കുന്നു, അതുകൊണ്ട് എനിക്കല്ല നേട്ടം, ദൈവത്തിന് എന്ത് നേട്ടം? എനിക്ക് നേട്ടം കാണുമായിരിക്കും. ഒരു ഭൂതം പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പൈസ തരുമായിരിക്കും, ഇല്ലെങ്കിൽ അയ്യോ ഉപദേശം ഭയങ്കര സംഭവം എന്ന് പറയുമായിരിക്കും, അത് കിട്ടും. പക്ഷേ ആ കൃപ തന്നവന് എന്ത് പ്രയോജനം? ഈ ചിന്ത വരുമ്പോഴാണ് ദൈവത്തിന്റെ സത്യവചനം അവിടെ ഉള്ളിലോട്ട് നമ്മൾ കൊടുക്കുന്നത്. ദൈവത്തിന്റെ വചനം ഉള്ളിലോട്ട് കൊടുക്കുമ്പോൾ ആ കൃപയാൽ അവർ രക്ഷിക്കപ്പെട്ട് ദൈവത്തോട് അടുക്കുവാനിടയാണ്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാവുന്നുണ്ടവർക്കായി സ്തോത്രം. അപ്പോൾ ഇവിടെ യൂദ പറയുന്നു, ദൈവത്തിന്റെ കൃപ ദുഷ്കാമ പ്രവൃത്തിക്ക് ഹേതുവാക്കി. സ്ത്രീകളോട് ഞാൻ പറയട്ടെ, സ്റ്റേജിൽ
കൃപയുടെ പേരിൽ ഇന്ന് ദുഷ്കാമ പ്രവൃത്തികളിലേക്ക് പോകുന്ന വലിയൊരു കൂട്ടം ആത്മീയമായ ദൈവമക്കളുടെ ഇടയിൽ ഉണ്ട്, ഇല്ലാതില്ല. എനിക്കറിയാവുന്നതും ഞാൻ കേട്ടിരിക്കുന്നതുമായ അനേക വ്യക്തികളുണ്ട്. ഞാൻ അതിന്റെ പൊസിഷനൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഒരുപക്ഷെ അത് മനസ്സിലാകാൻ സാധ്യതയുള്ളത് കൊണ്ട് ഞാൻ അവരുടെ പൊസിഷൻ ഒന്നും പറയുന്നില്ല. പക്ഷേ ഇവിടെ പറയുന്നു അതൊരു ദുരുപദേശമാണ്. സ്റ്റേജിൽ ഒന്നാം തരം പ്രസംഗവും അത് കഴിയുമ്പോൾ ദുഷ്കാമ പ്രവൃത്തികളിലേക്ക് പോകുന്ന ഒരു ദുരുപദേശം. കുഴപ്പമില്ല, പാപം ചെയ്താലും കുഴപ്പമില്ല, രക്തമുണ്ടല്ലോ, കുഴപ്പമില്ല. കാരണം ദൈവത്തിന്റെ കൃപ അത് എന്തിനുപയോഗിക്കുന്നു? കൃപ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒരുവൻ നിത്യതയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ദൈവം എനിക്ക് കൃപ തന്നത്. ഞാൻ എന്തിനാണ് മെസ്സേജ് തരുന്നത്? എൻ്റെ പേര് വളരാനാണോ? മറ്റൊന്നിനു വേണ്ടിയല്ല. ഈ പറയുമ്പോൾ ഒരു വ്യക്തിയുടെയെങ്കിലും ജീവിതത്തിൽ ആ ദുരുപദേശത്തിൽ നിന്നും അവർ ഒന്ന് മാറിയാൽ എന്റെ ദൈവത്തിനത് ലാഭമായി തീരും. സ്തോത്രം, ഹല്ലേലൂയ. പക്ഷേ ഇവിടെ യൂദ പറയുന്നു ദൈവത്തിന്റെ കൃപയെ അവർ ദുഷ്കാമ പ്രവൃത്തി ചെയ്തു. അത് ദുരുപദേശത്തിന്റെ മറ്റൊരു ഭാഗമാണ്. അടുത്ത്, ഏകനാഥനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുടഞ്ഞ് വന്നിരിക്കും. എവിടെ വന്നിരിക്കുന്നു? ആത്മീയത്തിൽ വന്നിട്ടുണ്ട്. അവരുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് അവർ കൃപയിൽ നിൽക്കുന്നു എന്ന് പറയുകയും ദുഷ്കാമ പ്രവൃത്തികൾ ദൈവസഭയ്ക്കകത്ത് നടത്തുകയാണ്. ദൈവദാസന്മാരുടെ ഉണ്ട്. അവർ വലിയ പാസ്റ്റർമാരാണ്, അവർ വലിയ അച്ഛന്മാരാണ്, അവർ വലിയ വിശുദ്ധന്മാരാണ്. പക്ഷേ രഹസ്യത്തിൽ ദുഷ്കാമ പ്രവൃത്തികളിലേക്ക് ദൈവസഭകളെയും വിശ്വാസ കുടുംബങ്ങളെയും വലിച്ചു കൊണ്ടുപോകുന്ന മറ്റൊരു ഉപദേശം. ഹല്ലേലൂയ. ഇതിനെ നമ്മൾ വളരെ സൂക്ഷിക്കണം. പ്രത്യേകിച്ച് ദൈവദാസന്മാരോട് വിനയപൂർവ്വം ഞാൻ പറയുന്നു, നിങ്ങൾ ദൈവസഭയ്ക്ക് നിങ്ങളുടെ അടുക്ക് ദൈവം തന്ന തൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ആടുകൾക്ക് ഉപദേശത്തിൽ അവരെ വളർത്തിയില്ലെങ്കിൽ അവർ ദുഷ്കാമ പ്രവർത്തികളിലേക്ക് കടന്നു പോകും. നിങ്ങൾ മറക്കരുത്, അങ്ങനെയുള്ള ചിലർ എവിടെ കയറിയിട്ടുണ്ട്? ദൈവസഭകൾക്കകത്ത് നുഴഞ്ഞു കയറിയിട്ടുണ്ട്. നുഴഞ്ഞു കയറുക എന്ന് പറഞ്ഞാൽ ആരും അറിയാതെ കയറിയിട്ടുണ്ട്. ഇതിനെ ചെറുക്കുന്നത് പ്രാർത്ഥനയിലും പരിശുദ്ധാത്മാവിന്റെ ബലത്തിലും ദൈവവചനത്തിന്റെ ധ്യാനത്തിലുമാണ് ആ ശക്തികൾ തകരപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇനി 2 തീമോഥെയോസ് ലേഖനം 2-ാം അധ്യായം 17-18 നിങ്ങളത് വായിച്ചോണേ. അവരുടെ വാക്ക്, ആരുടെ വാക്ക്? ഇത് പറഞ്ഞതുപോലെ യേശു ക്രിസ്തു നിഷേധിക്കുന്ന അഭക്തരായ മനുഷ്യരുടെ എന്ന് വെച്ചാൽ അകത്ത് കയറിയ കൊടിയ ചെന്നായ്ക്കളുടെ വാക്ക് എങ്ങനെയിരിക്കും? അത്ഭുത വ്യാധി പോലെ തിന്നുകൊണ്ടിരിക്കും. കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം, കൃപകൾ എല്ലാം തീർത്തിരിക്കും അവർ. സെക്കൻഡ് കൊണ്ട് ഈ നുഴഞ്ഞു കയറിയ സാധനങ്ങൾ നമ്മുടെ സഭകളിലും നമ്മളിലും നുഴഞ്ഞു കയറിയ സാധനങ്ങൾ. അടുത്ത്, ഹുമനയോസും ഫിലത്തോസും അവരുടെ കൂട്ടത്തിൽ ഉള്ളവരാകുന്നു. അവർ സത്യം വിട്ട് തെറ്റി പുനരുത്ഥാനം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ചിലരുടെ വിശ്വാസം മറിച്ചു കളയും. കേട്ടോ, വിശ്വാസത്തെ മറിച്ചു കളയും. അവർ പത്യോപദേശത്തിൽ നിന്ന് കഴിഞ്ഞാൽ, ദൈവവചനത്തിന്റെ ഉപദേശത്തിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസം മറിച്ചിടാൻ ഒരു ശക്തിക്കും കഴിയില്ല. ഇല്ല എങ്കിൽ അത്ഭുതം പോലെ അത് വ്യാപരിച്ച് എന്ത് ചെയ്യും? അത് തിന്നുകളയും. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം, നമ്മുടെ വിശ്വാസ ജീവിതം, നമ്മുടെ വിശുദ്ധ ജീവിതം ഇതെല്ലാം അവൻ എന്ത് ചെയ്യും? വിഴുങ്ങിക്കൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം മറിച്ച് കളയുന്ന ദുരുപദേശത്തിന്റെ പിന്നാലെ ദൈവമക്കൾ കടന്നു പോകരുത്. അങ്ങനെയുള്ള സ്റ്റേജുകളിൽ പ്രസംഗം കേൾക്കാൻ പോകരുത്. അങ്ങനെയുള്ള ചർച്ചുകളിൽ നിങ്ങൾ ആരാധനയ്ക്ക് പോകരുത്. അങ്ങനെയുള്ളൊരു ദൈവദാസന്റെ കരംവയ്പ് നിങ്ങളുടെ തലയിൽ വരരുത്. അങ്ങനെയുള്ളൊരു വ്യക്തി നിങ്ങളുടെ വീട്ടിനകത്ത് പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ കയറ്റരുത്. കാരണം
ഇത് അത്ഭുതം പോലെ നിങ്ങളുടെ മേൽ അത് പകരും, അത് കാർന്ന് തിന്നും, നിങ്ങളുടെ വിശ്വാസത്തെ മറിച്ചു കളയും. ആമേൻ. ഇനി നോക്കുക, കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ അപ്പച്ചൻ എന്താണ് പറഞ്ഞതെന്ന് മത്തായി സുവിശേഷം 7-ാം അധ്യായം 15-ാം വാക്യം. നമ്മൾ ഇത്രയും കാര്യം ചിന്തിച്ചത് നിങ്ങൾ മറക്കരുത്. ഒന്ന്, പത്യോപദേശം പൊറുക്കാതെ കർണരസകരമാർ, ചെവിയെ കുളിർപ്പിക്കുന്ന, ശരീരത്തെ ഇളക്കുന്ന കാര്യങ്ങൾ, ഇതാണ് പത്യോപദേശത്തിന് വിരോധമായി നിൽക്കുന്ന ഉപദേശം. ഹല്ലേലൂയ. ഇത് ആരാ കൊടിയ ചെന്നായ്ക്കൾ. എവിടെ? പുറത്തുനിന്നല്ല കേൾക്കുന്നത്, അകത്തുനിന്ന് തന്നെയാണ്. സ്തോത്രം. അടുത്ത് നോക്കണം, ഇതിനെ വിപരീത ഉപദേശം എന്നാണ് പൗലോസ് അപ്പച്ചൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അടുത്ത്, സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം എന്റെ ഇഷ്ടപ്രകാരം ഉപദേശം പറയും ഉപദേഷ്ടാക്കന്മാർ ഉണ്ടാക്കുന്നൊരു കാലം, സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥകൾക്ക് പോകുന്നൊരു കാലഘട്ടം. അത് ഇന്ന് നടക്കുന്നില്ലേ? അത് നടക്കുന്നുണ്ട്. അടുത്ത്, നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമ പ്രവർത്തിക്ക് ഹേതുവാക്കി. എന്ന് വെച്ചാൽ പള്ളിയിലാണ് കൃപയുണ്ട്, ഭയങ്കര രോഗശാന്തിയാണ്, ഭൂതശാന്തിയാണ്, എല്ലാ ശാന്തിയും ഉണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ പുള്ളി എന്ത് ചെയ്യുന്നു? അതിനെ വെച്ചുകൊണ്ട് കാമശക്തിക്ക് വേണ്ടി അല്ലെങ്കിൽ ദുഷ്കാമ പ്രവർത്തികൾക്ക് ഹേതുവാക്കും. ഇനി നോക്കണം, ഏകനാഥൻ നമ്മുടെ യേശു ക്രിസ്തു നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു കയറി ആണോ. അവർ കയറി കഴിഞ്ഞാൽ ഒരു അർബുദ വ്യാധി പോലെ നമ്മളെ ഇത് തിന്നുകളയും, ഈ സാധനം തിന്നുകളയും. ഹല്ലേലൂയ. ദൈവമില്ലാത്ത ആരെങ്കിലും ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ യൂദായുടെ പുസ്തകത്തിൽ പറഞ്ഞ നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമ പ്രവൃത്തി, ഈ ദുഷ്കാമ പ്രവൃത്തിയുള്ളവന്മാർ ആരെങ്കിലും നമ്മുടെ ചർച്ചിലോ വീട്ടിലോ കയറി വന്നു കഴിഞ്ഞാൽ ഈ അർബുദം വ്യാപരിച്ചതുപോലെ ഈ സാധനം പാവപ്പെട്ട വിശ്വാസികളുടെ മേലും ദൈവദാസന്മാരുടെ മേലും അത് കയറും, ഓട്ടോമാറ്റിക്കായിട്ട് കയറും. ഏത് ആത്മാവിലാണോ ഞാൻ ശുശ്രൂഷിക്കുന്നത് അതേ ആത്മ. ഞാൻ എൻ്റെ ഭാര്യയും കൂടെ തല്ലുകൂടിയിട്ട് വന്നിട്ട് ഞാൻ പ്രസംഗിക്കുന്നു, ഇത് കേട്ടിട്ടെല്ലാം കൈയടിച്ച് ആരാധിക്കാം. കുറച്ച് കഴിയുമ്പോൾ ഉപദേശി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ അമ്മ എൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാം. ഞാൻ തലയിൽ സ്വത്രം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ എന്നിൽ ഏത് സ്പിരിറ്റ് ആണോ അത് അങ്ങോട്ടേക്ക് കയറും. അതുകൊണ്ടാണ് പൗലോസ് നിങ്ങൾ വിവേചന വരം പ്രാപിക്കണമെന്ന് പറയുന്നത്. വിവേചിക്കണം. എല്ലാ ആത്മാവും ദൈവത്തിൽ നിന്നല്ല വരുന്നത്. ഓക്കെ, ഞാൻ എൻ്റെ ഇടയിൽ കയറി വന്നെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ശരിക്കും ഉപദേശത്തിന്, ദൈവവചനത്തിന്റെ ഉപദേശം, മനുഷ്യ ഉപദേശങ്ങളുണ്ട്, അതല്ല, ആ ഉപദേശത്തെ അല്ല ഞാൻ പറയുന്നത്. വചനത്തിന്റെ ഉപദേശത്തിൽ ജനത്തെ പഠിപ്പിക്കണം. ദൈവവചനം സഭയ്ക്കകത്ത് പഠിപ്പിച്ചേ പറ്റും. ഞായറാഴ്ച നമുക്ക് സമയങ്ങൾ കുറവാണെങ്കിൽ പോലും നിശ്ചയമായും ലേഖന ഭാഗങ്ങൾ സഭയ്ക്ക്, ജനത്തിന് മുമ്പിൽ അത് പ്രദർശിപ്പിക്കണം. വെറുതെ വിശ്വാസം പറഞ്ഞുകൊണ്ട് നിൽക്കരുത്. പറയാൻ സമയങ്ങളുണ്ടല്ലോ, പക്ഷെ ജനത്തിന് ആവശ്യം ഇന്ന് കേൾക്കാൻ രസകരം. വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞാൽ രസം തന്നെയാണ്. അത് വേണ്ടെന്നല്ല പറയുന്നത്. ജനത്തിനകത്ത് വിശ്വാസം കേൾക്കാൻ വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. രോഗശാന്തി അത് വേണ്ടെന്നല്ല പറയുന്നത്. നമ്മുടെ ജീവിതത്തിനും രോഗശാന്തി നടത്തരുത് നല്ല ദൈവദാസം നടത്തണം. ഞാനും പ്രാർത്ഥിക്കും. ഞാനും എൻ്റെ ചർച്ച രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷയുണ്ട്, ഭൂതങ്ങളെ പുറത്താക്കുന്ന ശുശ്രൂഷയുണ്ട്. അതൊരു ഭാഗമാണ്. പക്ഷെ അതല്ല പ്രാധാന്യം. ഒരു ഭൂതം മാറിയിട്ട് കർത്താവിന് എന്താ പ്രയോജനം? ആ ഭൂതം മാറിയവൻ പോകുന്നു, അവൻ 7 മടങ്ങായിട്ട് വീണ്ടും നടക്കുന്നു. ഒരു രോഗം മാറിയാൽ വേറെ രോഗം വരും. പക്ഷേ അവന്റെ ഉള്ളിൽ നിത്യതയുടെ വെളിപ്പാട് കൊടുത്താൽ മാത്രമേ അവന് ആത്മമണ്ഡലത്തിൽ നിലനിൽക്കാൻ പറ്റുകയുള്ളൂ. ഇല്ലെങ്കിൽ വിപരീത ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ പുള്ളിതാണ്ട് അവരുടെ വിശ്വാസം മറിഞ്ഞു. ആമേൻ. അപ്പോൾ ഇവിടെ നോക്കണം. ഇനി നമ്മുടെ യേശുപ്പച്ചൻ എന്താണ് പറഞ്ഞെന്ന് വായിക്കാം. മത്തായി സുവിശേഷം 7-ാം അധ്യായം 15-ാം വാക്യം. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചോളി. അപ്പോൾ ഈ വിപരീത ഉപദേശത്തിനകത്ത് കള്ളപ്രവാചക ശക്തിയുണ്ട്, കാമശക്തിയുണ്ട്, സത്യത്തെ ത്യജിക്കുന്ന ശക്തിയുണ്ട്, കർണരസകരമായ ജനത്തെ ഇളക്കുന്ന സാധനമുണ്ട്, കർത്താവിനെ നിഷേധിക്കുന്ന അവസ്ഥയുണ്ട്, വിശ്വാസത്തെ മറിച്ചു കളയുന്നതുണ്ട്. വിപരീത ഉപദേശങ്ങൾ അത് നമ്മൾ പോലും അറിയില്ല. നോക്കുക, കള്ളപ്രവാചകന്മാർ സൂക്ഷിക്കാം. പ്രവചനം ഇന്നുമുണ്ട്. ചില ദിവസം പ്രവചനം ഇന്നുമുണ്ട്. പ്രവചനം നഷ്ടപ്പെട്ടിട്ടില്ല. കർത്താവിന്റെ വരവൂരെയും
ആ പ്രവചനാത്മാവിൽ ദൈവദാസന്മാർ ശുശ്രൂഷിക്കണം, ദൈവദാസന്മാർ ശുശ്രൂഷിക്കണം, കുഞ്ഞുങ്ങൾ ശുശ്രൂഷിക്കണം. അത് ദൈവസഭയുടെ വിടുതൽ തന്നെയാണ്. പക്ഷേ ഇതിന് അകത്ത് കള്ളപ്രവാചകന്മാരുണ്ട്. കണ്ടോ, ഒരു പ്രവാചകനെ തിരിച്ചറിയണമെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവചനം കണ്ടിട്ടല്ല, അദ്ദേഹത്തെ വിവേചിക്കാൻ നാം ഈ തലമുറയിൽ സാന്നിധ്യം അനുഭവിച്ചോണം. കണ്ടോ, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചോളി. അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമകട്ടെ കടിച്ച് കീർന്ന ചെന്നായ്ക്കളാകുന്നു. കണ്ടോ, സ്തോത്രം. അവിടെ അകം കടിച്ചു കീർന്ന ചെന്നായാണ്. അവർ പ്രവാചകന്മാരായിട്ട് അഭിനയിച്ച് എവിടെ വരുന്നു? പുറത്തല്ല, ആടുകളായി കടന്നു വരികയാണ്. അവർ കടിച്ചു കീർന്ന ചെന്നായ്ക്കളാണ്. ഇത് ആരാ പറഞ്ഞത്? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. സ്തോത്രം. വിപരീത ഉപദേശം. അപ്പോൾ ഒരു പ്രവചനം കേട്ടാൽ ചാടിക്കേറി എടുക്കാൻ നിൽക്കരുത്. അത് ശരിയാണോ എന്ന് നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ദൈവാത്മാവിനോട് നമ്മൾ ചോദിക്കണം. ഇല്ല എങ്കിൽ ശിഷ്യന്മാരെ വലിച്ചുകൊണ്ട് പോയതുപോലെ വലിച്ചുകൊണ്ടുപോകും. ഇനി നോക്കണം, 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം 13-14 വായിക്കണം. ഇങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തലന്മാർ, കപട വേലക്കാർ. കേട്ടാ, ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവരത്രേ. സ്തോത്രം. വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ഇത് ആശ്ചര്യമല്ല. ഇവർ വേഷം ധരിക്കുകയാണ്, പ്രവാചകന്മാരുടെ വേഷം ധരിക്കുകയാണ്, അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുകയാണ്, സെൻട്രൽ പാസ്റ്ററുടെ വേഷം ധരിക്കുകയാണ്, സൂപ്രണ്ടിന്റെ വേഷം ധരിക്കുകയാണ്. ഓരോരുത്തരുടെ വേഷം അങ്ങ് ധരിക്കുക. പാസ്റ്റർമാരുടെ വേഷം ധരിക്കുക, അച്ഛന്റെ വേഷം ധരിക്കുക. ഹല്ലേലൂയ. ഇത് ആശ്ചര്യപ്പെടാനൊന്നുമില്ല എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ആശ്ചര്യമല്ല. സാത്താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. ആകയാൽ അവന്റെ ശുശ്രൂഷകന്മാർ നീതിയുടെ ശുശ്രൂഷകന്മാരുടെ വേഷം ധരിച്ചാൽ അതിശയമില്ല. അവരുടെ അവസാനം അവരുടെ പ്രവൃത്തികൾക്കൊത്തതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. വേഷം ധരിക്കുന്ന ശുശ്രൂഷകന്മാർ സൂക്ഷിക്കണം. എല്ലാവരും പാസ്റ്റർമാരല്ല, എല്ലാവരും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഉപദേഷ്ടാക്കന്മാരല്ല, വരുന്നതെല്ലാം പ്രവാചകന്മാരല്ല, കേൾക്കുന്ന പ്രവചനങ്ങളെല്ലാം പ്രവചനവുമല്ല. വേഷം ധരിക്കും. വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. കേട്ടോ, സാത്താനും താൻ വെളിച്ചദൂതന്റെ വേഷം ധരിക്കുമല്ലോ. ദൂതനെ നമുക്ക് തോന്നും, പക്ഷെ സംഭവം എന്താ? സാത്താൻ. ഇതുപോലെ അവന്റെ ശുശ്രൂഷകന്മാരും നീതിയുടെ ശുശ്രൂഷന്മാരുടെ വേഷം ധരിച്ച അതിശയൊന്നുമില്ല. മനസ്സിലായി? സാത്താന്റെ വേലക്കാരായി പലരും മാറിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവമക്കളെ ഇതിൽ അതിശയപ്പെടാനില്ല. പക്ഷേ നമ്മൾ സൂക്ഷിക്കണം. ഇനി അടുത്ത് 2 പത്രോസ് ലേഖനം 2:3 വായിക്കണം. എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു, അന്നുകൊണ്ട് ഇന്നുകൊണ്ട്. അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടക്കാർ ഉണ്ടാകും. പറയാണ്, കള്ളപ്രവാചകൻ ഉണ്ടായിരുന്നു, ഇനി ദുരുപദേഷ്ടാക്കന്മാർ ഉണ്ടാകും. ഉണ്ട്. നമ്മൾ കേൾക്കുന്നില്ലേ? നമ്മൾ ചെവി കൊണ്ട് കേട്ടില്ലേ? അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളുടെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളി പറഞ്ഞു. ഈ വചനത്തിന് വിരുദ്ധമായി ഒരുവൻ സംസാരിക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത്? തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളി പറഞ്ഞു. ഞാൻ ഈ വചനത്തിൽ ഇപ്പോഴൊരു മായം ചേർത്താൽ എൻ്റെ ദൈവത്തെ ഞാൻ തള്ളിക്കളയുകയാണ്. ഈ വചനത്തിനകത്ത് ഇല്ലാത്തത് ഞാൻ ഇന്ന് പ്രസംഗിച്ചാൽ ഞാൻ എൻ്റെ നാഥനെ തള്ളിക്കളയുകയാണ്. അത് വായിക്കുന്നത് പത്രോസ് അപ്പൻ പറഞ്ഞൊരു വാക്ക്, വിലയ്ക്ക് വാങ്ങിച്ച, പണം കൊടുത്തല്ല, തന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട തന്റെ ആടുകളെന്നാണ് നമ്മൾ നേരത്തെ വായിച്ചത്. ഹല്ലേലൂയ. ആ ദൈവത്തെ നമ്മൾ തള്ളിക്കളയുക. അതുകൊണ്ട് ദൈവദാസന്മാരോട് പറയട്ടെ, സ്വന്തം മോഹങ്ങളൊന്നും സഭയിൽ കയറി പ്രസംഗിക്കരുത്. പ്രസംഗപീഠത്തിൽ കയറി നിന്ന് ദൈവജനത്തോട് സംസാരിക്കുമ്പോൾ സ്വന്തം ആശയങ്ങൾ പറയുന്നത് നല്ലതാണ്, സ്വന്തം മോഹം പറയുന്നു. എന്റെ സഭയിൽ ഇങ്ങനെ നടക്കണം, അത് നമ്മുടെ ആഗ്രഹമാണ്.
പക്ഷെ നമ്മൾ പറയുന്ന മോഹം അത് പാപത്തിന്റെ ഒരു തരംഗമാണ്. അതിനെ നമ്മൾ എന്തൊരു പ്രസംഗമാക്കി തീർക്കരുത്. അതിന് ശിക്ഷയുണ്ടെന്ന് വേദപുസ്തകം പറയുന്നു. ഇനി നോക്കണം, മതഭേദങ്ങളിൽ നുഴയിച്ചു. മതം കേട്ടോ, മതത്തെ ആജ്ഞരുടെ കയറുക. മതം ഇന്ന് മറ്റുള്ള മതത്തെ പോലെ അവർക്കതുണ്ട്, ഇവർക്കിതുണ്ട്, അവർക്കങ്ങനെ ഉണ്ട്, ഇവർക്കിങ്ങനെ ഉണ്ട്, അതുകൊണ്ട് എന്തിനും നമുക്കും അത് വേണം. എത്ര കറക്റ്റായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് അപ്പച്ചൻ പറഞ്ഞു, പത്രോസ് അപ്പച്ചൻ പറഞ്ഞു അല്ലെ, മതഭേദങ്ങളെ നുഴയിച്ചു. അവർക്ക് സ്കൂളുണ്ട്, അവർക്ക് കോളേജുണ്ട്, ഞങ്ങൾക്കില്ല. അയ്യോ, അവർക്ക് മെഡിക്കൽ കോളേജ് ഉണ്ട്, ഞങ്ങൾക്ക് മെഡിക്കൽ കോളേജ് ഇല്ല. അവർക്ക് മന്ത്രിയുണ്ട്, ഞങ്ങൾക്ക് മന്ത്രിയില്ല. അവർക്ക് MLA ഉണ്ട്, ഞങ്ങൾക്ക് MLA ഇല്ല. അതുകൊണ്ട് അതിനെ കൊണ്ടുവരണം. എവിടെ? നമ്മുടെ ഇടയിൽ കൊണ്ടുവരണമെങ്കിൽ ആരെ തള്ളണം? നാഥനെ തള്ളണം. നാഥനെ തള്ളിയാലേ അതിനെ കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. ഇന്ന് നടക്കുന്ന ശ്രമങ്ങളെല്ലാം അതല്ലേ? ഇന്ന് നമ്മൾ കേൾക്കുന്ന സന്ദേശങ്ങളൊക്കെ മിക്കതും അങ്ങനെയല്ലേ വരുന്നത്? പണ്ടത്തെ അപ്പച്ചന്മാർ മതഭേദങ്ങളെ തള്ളി വിലയ്ക്ക് വാങ്ങിച്ചവനെ ചേർത്തണച്ച ഒരു സഭ. ഇന്ന് വിലയ്ക്ക് വാങ്ങിച്ചവനെ തള്ളി മതഭേദങ്ങളെ നമ്മളെ ആലയത്തിലേക്ക് നുഴയിച്ച് കയറ്റുന്ന വിശ്വാസ കുടുംബങ്ങൾ, ദൈവദാസന്മാർ, സമൂഹം. ഇത് നമ്മൾ തിരിച്ചറിയണം. ഇത് വിപരീത ഉപദേശമാണ്. ഇനി അടുത്ത വാക്യം, തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. അത് സഭയാകട്ടെ, അത് സ്ഥാനമാനങ്ങളാകട്ടെ, അത് വ്യക്തികളാകട്ടെ, അത് സംഘടനകളാകട്ടെ, ദൈവത്തിന്റെ ആത്മാവിൽ നിന്നുകൊണ്ട് പറയട്ടെ, ശീഘ്രനാശം വരാൻ പോവുകയാണ്. അവരുടെ ദുഷ്കാമ പ്രവൃത്തികൾ പലരും അനുകരിക്കും. ആണോ? ഇവർ കാണിക്കുന്നത് പലരും അടുത്ത തലമുറകൾ അനുകരിക്കുകയാണ്. സ്റ്റേജിൽ നിന്ന് ആവശ്യമില്ലാത്തത് പറയുന്ന ദൈവദാസന്മാരെ, നിങ്ങളുടെ വാക്കുകൾ കേട്ട് അനേക ദൈവത്തിന് പ്രയോജനപ്പെടേണ്ടവർ ഇവിടെ വായിക്കുന്ന ദുഷ്കാമ പ്രവൃത്തികളെ പലരും അനുകരിക്കും. അടുത്ത്, അവർ നിമിത്തം സത്യനാമം ദുഷിക്കപ്പെടും. പെന്തക്കോസിന്റെ അനുഭവക്കാർ, പെന്തക്കോസുകാരുടെ കാര്യമല്ല പറയുന്നത്, പെന്തക്കോസിന്റെ അനുഭവക്കാർ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. അവരെ ലോകത്തിന് മാന്യരായിരുന്നു. അവർ ഹർത്താൽ അവർ വെക്കില്ല, റോഡ് വിരോധം നടത്തത്തില്ല, അവർ ഇംഗ്ലോസുന്താവ് വിളിക്കത്തില്ല, അവർ പരസ്യ ബോർഡുകൾ നശിപ്പിക്കത്തില്ല, അവർ ബസ്സിന് കല്ലെറിയില്ല, അവർ ഹർത്താൽ വെക്കത്തില്ല, അവർ ജാഥ നടത്തത്തില്ല, അവർ സമൂഹത്തിൽ ആർക്കും ദോഷം ചെയ്യില്ല. സ്തോത്രം. ഇന്നാകട്ടെ, നിങ്ങളത് ആലോചിച്ച് നോക്കും, സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ നമ്മുടെ ഉപദേശി വൃന്ദങ്ങൾ എന്തൊക്കെയോ പ്രസംഗിക്കുന്ന പ്രസംഗം നിങ്ങൾ കേട്ടില്ലേ? ഇതവിടെ എഴുതിയിരിക്കുന്നുണ്ടോ? ദുഷ്കാമപ്രവൃത്തി പലരും അനുകരിക്കും, അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും. സെക്രട്ടറിന്റെ ഫ്രണ്ടിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ മൂക്കത്തൊക്കെ ആൾക്കാർ ബസ്സിൽ നിന്ന് വെക്കുക, കൈവയ്ക്കുക. എന്താണെന്ന് അറിയണ്ടേ? ഇത് പാസ്റ്റർമാരല്ലേ, ഇത് പ്രസംഗിയന്മാരല്ലേ? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ദൈവദാസ കുഞ്ഞേ, എന്നെ നിങ്ങളെ ജാതികൾ കാണുന്നത് ദൈവത്തിന്റെ മക്കളായിട്ടാണ്. ആ സത്യമാർഗത്തെ എന്റെ പ്രവൃത്തിയിൽ കൂടെ, എന്റെ പ്രവർത്തനങ്ങളിൽ കൂടെ ദുഷിക്കാതിരിപ്പാൻ ദൈവവചനം പറയുന്നു. വിപരീത ഉപദേശങ്ങളിൽ നിന്നും ഇറങ്ങി മാറുവാൻ ആത്മാവിൽ ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് പറയുകയാണ്. അവർ ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും. നമ്മളെ വിറ്റാണ് ഇവർ പണം ഉണ്ടാക്കുന്നത്, അല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ട്രിവാൻഡ്രത്തുള്ള മസ്കറ്റ് ഹോട്ടലിൽ ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഇലക്ഷൻ ഉണ്ടായിരുന്നു, നമ്മുടെ കേരളത്തിലെ ഇലക്ഷൻ. ഇന്ന് ചില പ്രസ്ഥാനങ്ങളുടെ തലപ്പത്തിരിക്കുന്ന ചിലർ
ചില നേതാക്കളുമായി സംസാരിച്ചു. പണം കൊടുത്തോ ഇല്ലേ എന്ന് എനിക്കറിയില്ല, കൊടുത്ത് കാണുമായിരിക്കാം. എന്തിനാ സംസാരിച്ചത്? ഈ തലപ്പത്തിരിക്കുന്ന ആളോട് നമ്മുടെ എല്ലാ വിശ്വാസികളും തല എണ്ണിയിട്ടല്ലേ, ഞങ്ങൾക്ക് ഇത്രയും വിശ്വാസികളുണ്ട്, ഇത്രയും സഭയുണ്ട് എന്ന് പറഞ്ഞിട്ടല്ലേ ആ മനുഷ്യനെ അവിടെ കൂട്ടിവരുത്തിയത്? അതാണ്ട് ഇവിടെ എഴുതിയിരിക്കുന്നത്, നിങ്ങളെ വാണിഭമാക്കും. ഹല്ലേലൂയ. ദുരുപദേശത്തിൽ പോകരുത്, അങ്ങനെയുള്ള സഭയിൽ നിങ്ങൾ കൂട്ടരുത്, അങ്ങനെയുള്ള ദൈവദാസന്റെ കീഴിൽ നിന്ന് ആരാധന നയിക്കരുത്. നിങ്ങൾ അതുപോലെ ആയിത്തീരും. നിങ്ങളുടെ ആത്മീയ മണ്ഡലം തകർത്ത് കളയുവാനിടയാകും. ഒന്നും കൂടെ വായിച്ച് നിർത്തിക്കൊള്ളാം. 1 യോഹന്നാന്റെ സുവിശേഷ ലേഖനം 2-ാം അധ്യായം 19-ാം വാക്യം. 1 യോഹന്നാന്റെ ലേഖനം 2:19. കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാകുന്നു. ഹല്ലേലൂയ. വിപരീത ഉപദേശം ഉണ്ടാകും, പക്ഷെ ഇത് നാഴികയാണ്. ഈ അന്ത്യ നാഴികയിൽ ഇത് സംഭവിക്കണം. എതിർ ക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ അനേക എതിർ ക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കയാൽ അന്ത്യനാഴിക വന്നു എന്ന് നമുക്കറിയാം. അനേക എതിർ ക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കുക. നിങ്ങൾ പറയരുത് നാട്ടിൽ നിന്നല്ല എഴുന്നേറ്റിരിക്കുന്നത്. ലേഖകൻ ഇങ്ങനെ പറയുന്നു, അവർ നമ്മുടെ ഇടയിൽ നിന്നും പുറപ്പെട്ടു എങ്കിലും നമുക്കുള്ളവരല്ല. അപ്പോൾ നമ്മുടെ ഇടയെന്ന് തന്നെ എതിർ ക്രിസ്തുക്കൾ പൊങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. വിപരീത ഉപദേശം പറയുന്നവരെല്ലാവരും എതിർ ക്രിസ്തുവിന്റെ ആൾക്കാരാണ്. ദൈവവചനത്തിന് വിരുദ്ധമായി നിന്ന് സംസാരിക്കുന്നവരെല്ലാവരും അത് എതിർ ക്രിസ്തുവാണ്. അത് വലിയവനെന്നോ ചെറിയവനെന്നോ ഇല്ല, സഭയ്ക്കകത്തുള്ളവനെന്നോ പുറത്തുള്ളവനെന്നോ ഇല്ല, സഭയുടെ നേതൃത്വമെന്നോ നേതൃത്വമല്ലാത്തവനെന്നോ ദൈവത്തിന്റെ വചനത്തിനകത്തില്ല. ആര് ദൈവവചനത്തിന് വിരുദ്ധമായി സംസാരിക്കുന്നുണ്ടോ അവന്റെ പേര് എതിർ ക്രിസ്തുവിന്റെ ആത്മാവുള്ളവനാണ്. ഞാൻ പറയുന്നു, അവൻ പുറത്തുള്ളവനല്ല, നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ അവൻ പൊങ്ങുകയാണ്. ഹല്ലേലൂയ. ആകയാൽ ഈ തലമുറ മാതാപിതാക്കളോട് ഞാൻ പറയുന്നു, നമ്മുടെ മക്കളെ വിപരീതോപദേശം പഠിപ്പിക്കുന്നിടത്ത് അയക്കരുത്. ഉപദേശം പഠിപ്പിക്കുന്നിടത്ത് നിങ്ങളും നിങ്ങളുടെ തലമുറകളും ദൈവസന്നിധിയിരിക്കണം. അങ്ങനെയുള്ള ദൈവദാസന്മാർ നമ്മുടെ ഈ മണ്ണിലുണ്ട്. അങ്ങനെയുള്ള സഭകൾ ഇന്നും ഈ മണ്ണിലകത്തുണ്ട്. ഹല്ലേലൂയ. കാലങ്ങൾ എത്ര മാറിയാലും, നൂറ്റാണ്ടുകൾ എത്ര പഴകിപ്പോയാലും, പഴകാത്തൊരു വചനമുണ്ടെങ്കിൽ, പുസ്തകമുണ്ടെങ്കിൽ അത് നമ്മൾ എടുത്തു വെക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളുടെയും ഭരണഘടന മാറ്റങ്ങൾ വരുത്താറുണ്ട്, ഇല്ലേ? ലോകരാജ്യങ്ങളുടെ എല്ലാ ഭരണഘടനകളും, സംഘടനകളുടെ ഭരണഘടനകൾ. എന്തുകൊണ്ട്? അടുത്തൊരു ജനറേഷൻ വരുമ്പോൾ അവരുടെ സിസ്റ്റത്തോട് അത് ഇഴുകിച്ചേർന്നേ മതിയാകുള്ളൂ. എന്നാൽ ഇന്ന് വരെയും ഈ 66 പുസ്തകത്തിലെ വള്ളിയോ പുള്ളിയോ മാറ്റം വന്നിട്ടില്ല. കാരണം ഇത് ദൈവത്തിന്റെ ആലോചനയും ദൈവത്തിന്റെ പുസ്തകമാകിയാൽ ഇന്ന് വരെ മാറ്റം വന്നിട്ടില്ലെങ്കിൽ മാറാതെ ജീവിക്കുന്ന വിശുദ്ധന്മാർ ഈ മണ്ണിൽ ഇന്ന് ജീവനോടിരിക്കുന്നു. അങ്ങനെ ഒരു സഭകൾ ഇന്നുമുണ്ട്. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന, ദൈവമേ ദൈവമേ എന്ന് മാത്രം വിളിക്കുന്ന അഭിഷക്തന്മാർ ഈ മണ്ണിലുള്ളപ്പോൾ ഞങ്ങൾ തന്റെ ഇടത്തോടെ പറയട്ടെ, ദൈവരാജ്യം തകരുകയില്ല. അടുത്തൊരു ഉണർവിന്റെ കാറ്റ് നമ്മുടെ മണ്ണിൽ നിന്ന് എഴുന്നേറ്റ് വരും. ആരെ കൊണ്ടെന്നറിയണ്ടേ? വിശുദ്ധന്മാരായിരിക്കുന്ന ഒരു ചെറിയ കൂട്ടം ആൾക്കാരുണ്ട്. അവരിൽ കൂടെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. അതേ മാതാവേ, അതേ സഹോദര, ഈ വചനത്തിൽ കൂടെ നിങ്ങളായിരിക്കുന്ന മണ്ഡലം വിപരീതോപദേശം പ്രസംഗിക്കുന്നവരുടെ ഇടയിലാണോ? നിൽക്കുക, പോകരുത്. തമാശ പറഞ്ഞ് നിങ്ങളെ ചിരിപ്പിക്കുന്നവരുടെ ഇടയിലാണോ? പോകരുത്. വെറും രോഗശാന്തി മാത്രം പറഞ്ഞ് തലയിൽ കരം വെച്ച് വിടുന്നവരുടെ ഇടയിലാണോ? നിങ്ങൾ പോകരുത്. വെറും ഭൂതം 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 എന്ന് പറഞ്ഞു നടക്കുന്നവരുടെ പോകരുത്. ദൈവവചനത്തിന്റെ പച്ചയായ പത്യോപദേശം പഠിപ്പിക്കുകയും അതിലേട്ട് ചേർത്തണപ്പിക്കുകയും, തെറ്റുകൾ കണ്ടാൽ ദൈവവചനത്തിന് മോനെ മോളെ കുഞ്ഞെ ഇതൊരു തെറ്റെന്ന് പറഞ്ഞു തരുന്ന ഒരു ഉപദേശിയാണോ? അതിന്റെ അർത്ഥം ആ മനുഷ്യൻ നിങ്ങളെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ്. നിങ്ങൾ അവരുടെ മുമ്പിൽ ഇരിക്കുക, അവരുടെ കൈക്കീഴിൽ ഇരുന്ന് കൊടുക്കുക, അവർ തരുന്ന ദൈവവചനങ്ങൾ ഭക്ഷിക്കുക, അവരുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കുക. അത് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ അടുത്ത ജനറേഷൻ ആത്മമണ്ഡലത്തിൽ വിശ്വാസത്തിൽ മറിഞ്ഞു പോകാതിരിക്കാൻ അതൊരു വിടുതലായിത്തീരും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
ആർക്കെങ്കിലും ജീവിതത്തിൽ ദൈവവചനം വിട്ടുപോയവരുണ്ടെങ്കിൽ, കഴിഞ്ഞ നാൾ ഉപദേശത്തിൽ നിന്നും, പച്ചയായ പത്യ ഉപദേശത്തിൽ നിന്നും, ആരുടെയൊക്കെ വാക്ക് കേട്ടു, ആരുടെയൊക്കെ പ്രവൃത്തി കണ്ടു, ഇതൊക്കെ ചുമ്മാതെന്ന് പറഞ്ഞു നിങ്ങൾ ശിഷ്യന്മാരെ ശത്രുക്കൾ വലിച്ചു കൊണ്ടുപോയതുപോലെ നിങ്ങൾ ദൈവ കൃപയിൽ നിന്നും ഉപദേശത്തിൽ നിന്നും താഴോട്ട് പോയോ? പ്ലീസ് ആന്റി, ദൈവം നിങ്ങളോട് ഈ രാവിലെ പറയുന്നു. അങ്ങളെ, ദൈവം ഈ രാവിലെ പറയുന്നു, ദൈവവചനത്തിനകത്ത് പത്യോപദേശത്തിൽ നിൽക്കുന്നവനെ ചേർക്കാനാ യേശു വരുന്നത്. മണവാട്ടിയെ ചേർക്കാനാ യേശു വരുന്നത്. നിങ്ങളൊരു കല്യാണ വീട്ടിൽ പോകും, കല്യാണം നടക്കുന്ന കല്യാണ പന്തലിൽ നോക്കുക. ആ പെൺകുട്ടിയേക്കാൾ സുന്ദരിയായ പെൺകുട്ടികൾ അവിടെ ഉണ്ട്. കെട്ടാൻ പോകുന്ന ചെറുപ്പക്കാരനേക്കാൾ സുന്ദരന്മാർ അവിടെ ഉണ്ട്. മനോഹരമായി കൂടിയ വസ്ത്രങ്ങൾ ധരിച്ചവരുണ്ട്. പക്ഷേ അവിടെ മണവാളൻ മണവാട്ടിയെ മാത്രമേ കൈ കൊടുത്ത് കൊണ്ടുപോകുകയുള്ളൂ. കാരണം എന്താണ്? അവൾ വേർതിരിക്കപ്പെട്ടവളാണ്. അതെ, ഉപദേശത്തിൽ വേർതിരിക്കപ്പെട്ട്, വിശുദ്ധിയിൽ വേർതിരിക്കപ്പെട്ട്, കാന്തന് വേണ്ടി കാത്തിരിക്കുന്ന, കാന്തൻ പറയുന്ന വാക്കുകൾക്ക് ചെവി കൊടുക്കുന്ന ഒരു വിശുദ്ധനെ ചേർക്കാൻ യേശു വരാൻ പോവുകയാണ്. അതിൽ നിങ്ങൾ കാണുമോ കർത്താവിന്റെ വരവിൽ? കേൾക്കുമോ കാഹള ശബ്ദം? കൈയടിക്കുന്നതല്ല വിശുദ്ധ ജീവിതം, അന്യഭാഷ പറയുന്നതല്ല വിശുദ്ധ ജീവിതം. ജീവിതത്തെ ദൈവവചനത്തോട് ഇഴുകിച്ചേർത്ത്, ഒരുമിച്ച് ചേർന്ന് ഒന്നിച്ചു കൊണ്ടുപോകുന്നതാണ് വിശുദ്ധ ജീവിതം. അത് ലഭിക്കാത്ത ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ഇന്നൊരു തീരുമാനമെടുക്കുക. കഴിഞ്ഞ നാളുകളിൽ അതേ പച്ച ഉപദേശത്തിൽ നിന്നവർ അത് അയവരുത്തിയാൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, മക്കൾക്ക് വേണ്ടി അയവരുത്തിയവർ, ഭർത്താവിന് വേണ്ടി അയവരുത്തിയവർ, ഭാര്യയ്ക്ക് വേണ്ടി അയവരുത്തിയവർ, സഭയ്ക്ക് വേണ്ടി, ദൈവദാസന്മാർക്ക് വേണ്ടി, ഒരു കുടുംബത്തിന് വേണ്ടി, ചില ദൈവദാസന്മാർ ഒരു അച്ചായന് വേണ്ടി, ഒരു അമ്മാവമ്മയ്ക്ക് വേണ്ടി 5 ആത്മാക്കൾ ഉണ്ടെന്ന് പറഞ്ഞ് അയവരുത്തുന്നവരുണ്ട്. ആരെങ്കിലും അയവരുത്തിയിട്ടുണ്ടെങ്കിൽ ശീഘ്രനാശം നമുക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവം ചെയ്ത് ഉപദേശത്തിൽ നിൽക്കാം, വേർപാടിൽ നിൽക്കാം, വിശുദ്ധിയിൽ നിൽക്കാം. ആര് നിന്നില്ലെങ്കിലും നിൽക്കുന്ന ഒരു സമൂഹമുണ്ട്. അവരെ ചേർക്കാൻ യേശു വരാൻ പോവുകയാണ്. കണ്ണുകളെ വിടാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ സന്ദേശം കർത്താവേ, ആത്മീയമായ ഉപദേശത്തിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുന്ന ദൈവസഭകളുണ്ടെങ്കിൽ, വിശ്വാസ കുടുംബങ്ങളുണ്ടെങ്കിൽ, കർത്താവ് ഞങ്ങളെ തിരിച്ച് അങ്ങയുടെ സന്നിധിയിലോട്ട് വരികയാണ്. അങ്ങയുടെ മഹത്വമേറിയ കരം ഇന്ന് ഈ മക്കളുടെ മേൽ വെളിപ്പെടണം. ഈ ദൈവവചനം ഏത് ആത്മാവിനാൽ ഈ വചനം എഴുതിയോ അതേ ആത്മാവിന്റെ ശക്തിയാൽ ഇവരുടെ ഹൃദയത്തോട് ദൈവം സംസാരിക്കണം. ഇപ്പോൾ തന്നെ ദൈവം മഹത്വം ഇവരിൽ കണ്ടാരുതിപ്പാൻ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മടിക്കണ്ട. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ എല്ലാ ദൈവദാസന്മാർക്കും ഇത് നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ക്രൈസ്തവ ഗ്രൂപ്പുകളിൽ നിങ്ങൾ ഇത് ഷെയർ ചെയ്യുക. ഒരു വ്യക്തിയെങ്കിലും ഉപദേശിച്ചിലേക്ക് വരട്ടെ. ദുരുപദേഷ്ടാക്കന്മാരുടെ കയ്യിൽ നിന്നും, ആ അകപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്നും അവർ ഇഴുകി വന്നാൽ അത് നിങ്ങൾക്കും നിങ്ങളുടെ തലമുറയ്ക്കും അതൊരു പ്രതിഫലമായി തീരും.